തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചരിത്ര വിജയം സൃഷ്ടിച്ചതിന് പിന്നാലെ ജോസഫ് വിജയ് കർണാടകയിലും ചുവടുറപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തമിഴ്നാടിനും പുതുച്ചേരിക്കും ശേഷം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സാന്നിധ്യമാകാൻ തമിഴക വെട്രിക്കഴകം ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ബംഗളൂരുവിൽ വരാനിരിക്കുന്ന ഗ്രേറ്റർ ബംഗളൂരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കാനാണ് നിലവിൽ TVK നീക്കം നടത്തുന്നത്. GBA അഥവാ ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നഗരത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് TVK. തമിഴ് വംശജർക്ക് നിർണായക സ്വാധീനമുള്ള ചില വാർഡുകളുണ്ട്. അത് കേന്ദ്രീകരിച്ച് പ്രത്യേകമായി തന്നെയായിരിക്കും പദ്ധതി ആവിഷ്കരിക്കുക. അത്തരത്തിൽ TVK ബംഗളൂരുവിലും ജനവിധി തേടാൻ തയ്യാറെടുക്കുകയാണ്. ബംഗളൂരുവിലെ ആകെയുള്ള 369 വാർഡുകളിൽ ഏറ്റവും കുറഞ്ഞത് 50 എണ്ണത്തിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന ജനസംഖ്യയിൽ ഗണ്യമായൊരു വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്നാണ് നിലവിൽ കരുതുന്നത്. അത്തരത്തിലുള്ള വാർഡുകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് TVK തന്ത്രം മെനയുന്നത്. തെന്നിന്ത്യൻ സൂപ്പർതാരമെന്ന നിലയിൽ നടൻ വിജയുടെ ജനപ്രീതിയും ശക്തമായ ഫാൻ ബേസും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്ന ഈ വിപ്ലവകരമായ വിജയവും പാർട്ടി ഉറപ്പായും വോട്ടായി മാറ്റിയെടുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ശ്രീരാംപുര, ഹലസുരു, ശിവാജി നഗർ, വിവേക് നഗർ, എജിപുര, മഡിവാല, ശാന്തിനഗർ തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ പാർട്ടിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെ നിരവധി വിജയ ആരാധകരും പ്രാദേശിക പിന്തുണക്കാരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ ഒരു അംഗീകാരം കിട്ടിയാൽ മാത്രം തിരഞ്ഞെടുപ്പിൽ മുന്നിട്ടിറങ്ങുമെന്ന സൂചനയും ഇവർ നൽകി കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വിജയുടെ ആരാധക കൂട്ടായ്മകൾക്ക് തന്നെ ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനപിന്തുണയുള്ള പ്രാദേശിക മുഖങ്ങളെ ഉറപ്പായും മത്സരരംഗത്തിറക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. സിനിമയ്ക്കപ്പുറം ബംഗളൂരുവിൽ വിജയ്ക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. ആരാധക ക്ലബ്ബുകൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെട്ട് എടുത്തു ചെയ്യുന്ന നിരവധി ആളുകൾ ഇവരെയൊക്കെ തന്നെ TVKയിലൂടെ എത്തി ശക്തമായ അടിത്തട്ടുള്ള ഒരു ശൃംഖലയായി വിപുലപ്പെടുത്തി തന്നെയായിരിക്കും രാഷ്ട്രീയത്തിൽ മുന്നിട്ടിറങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.